ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഐതിഹ്യപരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, 1000, 2000, 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉൾവനത്തിലാണ്, ഉൾക്കാട്ടിലാണ്. നമുക്കൊക്കെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉൾവനത്തിലാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. ഞാൻ പോലും ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലാണ് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് പോലും നമ്മൾ അറിയുന്നത് ഞാൻ ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ്. അന്നേരം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആലുവക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അത് നമുക്ക് വരണമെങ്കിൽ നേരെ പത്തനംതിട്ട, അത് കഴിഞ്ഞ് കോന്നി, അത് കഴിഞ്ഞ് കരിമാന്തോട്, അങ്ങനെ നേരെ തൂമ്പാക്കുളം വഴി നമുക്ക് നേരെ ആലുവക്കുടി ക്ഷേത്രത്തിൽ പോകാം. അതുപോലെ തന്നെ വേറെ ഗുരുദാനമണി, ചിറ്റാറ്, സീതത്തോട് ഗുരുദാനമണി വഴി നമുക്ക് നേരെ ആലുവക്കുടി ക്ഷേത്രത്തിലോട്ട് വരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നിത്യപൂജയുള്ളൊരു ക്ഷേത്രമല്ല. ഒന്നെങ്കിൽ ശിവരാത്രിക്ക് മാത്രമേ നട തുറക്കും, അല്ലെങ്കിൽ മാസപൂജയ്ക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഈ ക്ഷേത്രം നട തുറക്കാറുള്ളൂ. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതും 1000, 2000, 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. അന്നേരം ഞാൻ ഈ രണ്ട് ക്ഷേത്രത്തിൻ്റെയും പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ ഇടാം. ഇപ്പോഴത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ആലുവക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ ഇടാം. മറ്റേ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഫോട്ടോ ഇല്ല, കാരണം നിത്യപൂജയുള്ള ക്ഷേത്രമല്ല. ആ ക്ഷേത്രം പണ്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രം നമുക്കറിയാം. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാം എന്തായാലും. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലിട്ടാം. അതിനു മുമ്പായിട്ട് ഈ ക്ഷേത്രങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഒരു കാലത്തിന് മുന്നേ, 1000 അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പം കൊടും വനമായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ മനുഷ്യവാസം ഉണ്ടായിരുന്നത് പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വാസനീയമാണ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് പോലും. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആനയും അതുപോലെ തന്നെ വന്യജീവികളെല്ലാം കയറി മേയുന്ന ഒരു സ്ഥലത്ത് പണ്ട് മനുഷ്യവാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു അവിശ്വസനീയമാണ്. നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഇപ്പോൾ ആ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. കാരണം 1000 അല്ലെങ്കിൽ 2000, 3000 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ഒരു മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാലും നമുക്കിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാൻ പോലും ഇപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേനയാണ് ഞാനിപ്പോൾ അറിയുന്നത്. ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ആ ക്ഷേത്രം ഇങ്ങനെ ഉണ്ടെന്ന് പോലും, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പോലും ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പായിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ അന്നത്തെ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്ത്, വർഷങ്ങൾക്ക് മുന്നേ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ ഫുള്ള് കരിങ്കല്ല് കീറിയിട്ട് തറയിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു താഴെ അടുക്കിയേക്കുന്നത്, അതുപോലെ തന്നെ ആ കൊത്തുപണികളാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവിശ്വസനീയമായിട്ടാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വീഡിയോക്കത്തോട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക്. അന്നേരം തന്നെ നമ്മളിപ്പം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലുവക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പഴയകാല ചിത്രമാണ്. എനിക്കൊക്കെ ഓർമ്മ വെക്കുന്നതിന് മുമ്പുള്ളൊരു ഫോട്ടോയാണിത്. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം നല്ലൊരു ക്ഷേത്രം ഇവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം നമ്മുടെയൊക്കെ പൂർവികർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊരു തെളിവാണ് ഈ ക്ഷേത്രം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1000, 2000, 3000 വർഷങ്ങൾക്ക് മുന്നേ നമുക്കൊരു കണക്കില്ല, ഒരു രേഖകളിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. പണ്ട് കാലത്ത് എപ്പോഴും കാട്ടിൽ ഈറവട്ടാൻ വന്ന ആൾക്കാരാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തിയത്. പിന്നെ പുറലോകം അറിയുക, അങ്ങനെ പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഇവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ ആരാധനാമൂർത്തി സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവന്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും. എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ മഹാദേവനാണെങ്കിൽ പോലും ആലുവക്കുടി വല്യച്ഛൻ എന്നാണ് നമ്മൾ വിളിച്ച് ആരാധിക്കുന്നത്. ഇവിടുത്തെ ആരാധന സമയം എന്ന് പറയുന്നത് മാസപൂജയും അതുപോലെ തന്നെ ശിവരാത്രിക്ക് വേണ്ടി മാത്രമേ ഇവിടെ നട തുറക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ശിവരാത്രിക്ക് ഭക്തജന പ്രവാഹമായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന പുറത്തുനിന്നായിരിക്കും. ഏകദേശം 4-5 കിലോമീറ്റർ നമ്മൾ ഉൾവനത്തിൽ കൂടെ തന്നെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആലുവക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഇനിയും നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത, അല്ലെങ്കിൽ അധികം ആരും പോകാത്ത, അധികം ആർക്കും അറിയാത്ത ഒരു ക്ഷേത്രത്തിലോട്ടാണ്. ആ ക്ഷേത്രമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, മേൽക്കൂരയോ കാര്യങ്ങളൊന്നുമില്ല. പണ്ട് എപ്പോഴോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്കിത് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം കണ്ട ആലുവക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എത്രത്തോളം പഴക്കമുണ്ട്, നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത അത്രത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം കാണുന്ന ഈ ക്ഷേത്രത്തിനും അത്രത്തോളം പഴക്കമുണ്ട്. പണ്ട് എപ്പോഴോ ഏതോ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത 1000, 2000, 3000 വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത അത്രയോ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. പണ്ട് എപ്പോഴോ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ ഇവിടെ താമസിച്ചിരുന്നു, അതുപോലെ തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നൊരു തെളിവും കൂടിയാണിത്.
പിന്നെ എപ്പോഴോ ഏതോ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ആ ഒരു തലമുറ അപ്രത്യക്ഷമാവുകയും പിന്നെ അവിടെ ആൾതാമസമില്ലാതെ അവിടെ ഒരു കൊടും വനമായിട്ട് മാറുകയും ചെയ്തു. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്നോളജി ഇല്ലാത്ത ഒരു കാലത്ത് നമ്മളിപ്പം കാണുന്ന പോലെ തന്നെ ഓരോ അമ്പലത്തിലും ചെയ്തു വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ അന്നത്തെ കാലത്തും അന്നത്തെ മനുഷ്യർ അവരുടെ ആ ഒരു കഴിവുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഏത് ക്ഷേത്രമായിരിക്കുമെന്ന് എനിക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതൊരു ശിവക്ഷേത്രമായിരിക്കാനാണ് ചാൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവലിംഗമൊക്കെ പ്രതിഷ്ഠ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ശിവലിംഗമൊക്കെ ഉറപ്പിച്ച് വെക്കുന്ന ഒരു കല്ലുണ്ട്. ആ ഒരു കല്ല് പോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മിക്ക ക്ഷേത്രത്തിലും കാണാൻ സാധിക്കുന്ന ബലിക്കല്ല്, ആ ഒരു അന്നത്തെ കാലത്ത് ആ ഒരു ബലിക്കല്ല് അല്ലെങ്കിൽ ആ ഒരു ആചാരം ആ ഒരു വർഷങ്ങൾക്ക് മുന്നേ അന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് കരിങ്കല്ലിൽ കൊത്തി പണി കഴിപ്പിച്ച ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്പലത്തിൻ്റെ തറയാണെങ്കിൽ പോലും അതുപോലെ തന്നെ മകുടങ്ങളാണെങ്കിൽ പോലും എല്ലാം കരിങ്കല്ലിൽ കൊത്തി തീർത്തത് തന്നെയാണ്. ഞാനൊക്കെ ഇത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ പഴയ തലമുറ, നമ്മുടെയൊക്കെ ആരൊക്കെയോ ആയിരുന്നിരിക്കാം, നമുക്കൊരിക്കലും അറിയത്തില്ല ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ 1000-2000 വർഷങ്ങളൊക്കെ മുന്നേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരാധന ക്ഷേത്രം പണി കഴിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ എല്ലാം ജനവാസ കേന്ദ്രമായിരുന്നു. പിന്നീട് എപ്പോഴോ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടം വിട്ട് പോകേണ്ടി വന്നതും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പം കാണുന്ന ഒരു കൊടും വനത്തിൽ എപ്പോഴൊക്കെ എന്നൊക്കെയോ ഏതോ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെയോ താമസിച്ചിരുന്നു എന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമായിട്ട് തോന്നിയേക്കാം. ചിലപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉൾവനത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇതുപോലുള്ള ക്ഷേത്രങ്ങളും അതുപോലുള്ള ഇനിയുള്ള കാഴ്ചകളും ഇതുപോലെ കാണുമായിരിക്കും. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത എത്രയോ കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണുന്നു. നമുക്ക് മുന്നേ ഈ ഭൂമിയിലെ അവകാശികളായ നമ്മുടെ പൂർവികർ അവർ ചെയ്തു വെച്ച എന്തോരം കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ കാണാമറയത്തുണ്ടാകും. അങ്ങനെ നിഗൂഢമായ കാഴ്ചകൾ ഇനിയും പുറം ലോകം അറിയേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഓരോ കാഴ്ചകളും നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.